പുതുനഗരം കരിപ്പോട് റെയിൽവേ ക്രോസ് റോഡിലെ തകർച്ച പരിഹരിച്ചില്ല, നടുവൊടിഞ്ഞ് ജനം. പുതുനഗരം കരിപ്പോട് റെയിൽവേ ക്രോസ് റോഡിൽ രൂപപ്പെട്ടിട്ടുള്ള കുഴികൾ വർഷങ്ങളായി യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. മഴക്കാലം തുടങ്ങിയതോടെ റോഡിൽ ചെളിയും വെള്ളക്കെട്ടും രൂക്ഷമാണ്. ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷയും ഉൾപ്പെടെ നിരന്തരം ഈ റോഡിൽ അപകടത്തിൽപ്പെടുന്നുണ്ട്. കാൽനടയാത്രക്കാർക്ക് പോലും ഇതുവഴിയുള്ള യാത്ര പ്രയാസമാണ്. റെയിൽവേ ക്രോസിനടുത്തുള്ള 2 വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ സഞ്ചരിക്കുന്നതും ഈ റോഡിലൂടെയാണ്. ഉടൻ തന്നെ ടാറിങ്ങോ ഇന്റർലോക്കോ ചെയ്ത റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെടുകയാണ് ജനം. ഈ അവസ്ഥ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഏറെ 3 വർഷത്തോളമായി. കാരണം മാറി മാറി വരുന്ന ഓരോ എയുമാരും AXയും കൊണ്ട് പരാതി കൊടുത്തിട്ട് ഇപ്പോൾ 3 തവണ പരാതി കൊടുത്തിട്ടും ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കിയിട്ടില്ല. കാരണം അവർ പറയുന്നത് വന്ന് പരിശോധിക്കുമ്പോൾ ഈ ഇതിൽ കൂടെ ഡ്രെയിനേജ് ഇടണം, എന്നിട്ട് ഈ വെള്ളത്തിന് മുഴുവൻ അങ്ങോട്ട് കടത്തണം എന്നുള്ളതൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ റെയിൽവേൻ്റെ അനാസ്ഥ വളരെയേറെ പരിതാപകരമാണ്. കാരണം ഇവിടുന്ന് ഈ റോഡിൽ കൂടെ പല്ലശേനയ്ക്ക് പോകുന്ന പല്ലശേന ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാർ, നിരവധി കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്, പിഞ്ചു കുട്ടികൾ മുതൽ ഇവിടെ അടുത്തുള്ള ചെറിയ സ്കൂളുണ്ട്. അപ്പോൾ ഈ കുട്ടികളും വലിയ ആൾക്കാരും മുതിർന്നവരും വാഹനങ്ങളും 2 വീലറും 4 വീലറും എല്ലാം കേടുവന്ന് കിടക്കുന്ന രൂപത്തിലേക്ക്. കാരണം കഴിഞ്ഞ ദിവസം കൂടെ ഇവിടെ ഒരു കുട്ടി 2 വീലറിൽ വീണ് കിടക്കുന്നുണ്ടായി. ഈ ആവശ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് നെമ്മാറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സുധീർ പാറക്കളം, അസംഘടിത തൊഴിലാളി കോൺഗ്രസ് നെമ്മാറ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മുരുകമണി, പുതുനഗരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M യാക്കൂബ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരായ അനന്തകൃഷ്ണൻ, സുനിൽകുമാർ എന്നിവർ ചേർന്ന് യാത്രക്കാരുടെ ഒപ്പുശേഖരണം നടത്തി. തുടർന്ന് കരിപ്പോട് ഗേറ്റ് കീപ്പർക്കും കൊല്ലങ്കോട് SSCക്കും പരാതിയും നൽകി. റെയിൽവേ ക്രോസിംഗിന്റെ ഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഏതാനും ഒരു 4-5 വർഷങ്ങളായിട്ടുണ്ട്. അതിനെതിരെ നാട്ടുകാർ ഉൾപ്പെടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധവുമായിട്ട് ഒരുപാട് തവണ SSCയുമായിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്ററോടും അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റ് കീപ്പറോടും എല്ലാം പരാതി പറഞ്ഞിട്ടും യാതൊരു വിധത്തിലുള്ള പരിഗണനയോ അല്ലെങ്കിൽ പരിഹാരവും ഇവർ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇത് ദിവസേന ഒരു വാഹനമെങ്കിലും ചരിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ട്. യാത്രക്കാർക്ക് സുഗമമായിട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഈ ഗേറ്റ് കീപ്പറോട് പരാതി പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് അവരെ അവഹേളിക്കുകയും അവർക്കെതിരെ വ്യാജ പരാതിയും കൊടുത്തിട്ടാണ് ഇപ്പോൾ നിലവിലുള്ള ജീവനക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരാതിക്കാരെ ഈ ഗേറ്റ് കീപ്പർമാർക്ക് പരാതി ഇല്ലെങ്കിൽ പോലും കൊല്ലങ്കോടുള്ള SSCക്കാണ് ഇതിൽ പരാതി കൊടുക്കാനും ഈ പരാതി പറയുന്നവർക്കെതിരെ വ്യാജ പരാതി കൊടുക്കാനുള്ള താല്പര്യമെന്ന് പ്രത്യേകം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. UTV ന്യൂസ്, പാലക്കാട്.